ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പുതിയതായിട്ട് നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമായിരിക്കും ഒരു രൂപക്കൂട്, അത് പ്രയറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് അധികം ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അധികം ആർഭാടം കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രൂപക്കൂട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ ലൈറ്റ് കണ്ടോ, ലൈറ്റ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അതായത് LED സ്ട്രിപ്പാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ലൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റ് മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ അവിടെ ഒരു വെളിച്ചം ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കബോർഡിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ LED സ്ട്രിപ്പ് അടിക്കാനുള്ള രീതിയിൽ ഒരു 1/2 ഇഞ്ച് കനത്തിൽ സെപ്പറേറ്റ് തള്ളിയിട്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ LED സ്ട്രിപ്പ് കൊടുക്കുന്നത്. ഈ LED സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എത്ര മീറ്റർ ഉണ്ടോ അതിനനുസരിച്ചുള്ള LED സ്ട്രിപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങുന്ന സ്ഥലത്തിൻ്റെ ഉള്ള ബ്രൈറ്റ്നസ് അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്ക് LED സ്ട്രിപ്പിൽ സാധാരണ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആംബിയർ കൂടുതലുള്ള LED സ്ട്രിപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 മീറ്റർ ഉള്ളതിന് 5 ആംബിയർ തന്നെ കൊടുക്കുക. ഇത് നമ്മൾ LED സ്ട്രിപ്പ് കൊടുക്കാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അതായത് LED സ്ട്രിപ്പിൻ്റെ ഡ്രൈവ് കൊടുത്തിരിക്കുന്ന രീതിയാണ് കാണുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊരു ഡ്രൈവ്, ഒരു കബോർഡ് വരുന്നുണ്ട്. അത് ബൈബിൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ അകത്താണ് നമ്മൾ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈവ് ഇത്തിരി വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രയറിൻ്റെ ഏരിയകളിൽ നമുക്ക് കൊള്ളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെപ്പറേറ്റ് സപ്ലൈ നമ്മൾ ഇതിൻ്റെ കബോർഡിൻ്റെ ആ ഡ്രോയുടെ ഉള്ളിലേക്ക് വരുത്തിയതിന് ശേഷം അവിടെ നിന്നാണ് DC സപ്ലൈ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ആ ഡ്രൈവിൻ്റെ, അതായത് ഡ്രോയുടെ ഉള്ളിലാണ് നമ്മൾ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് നിങ്ങളെ കാണാൻ സാധിക്കും. കണ്ടോ, 3 സ്റ്റെപ്പുണ്ട്. ഈ 3 സ്റ്റെപ്പിലേക്ക് നമ്മൾ 3 രൂപങ്ങളാണ് വയ്ക്കുന്നത്. 3 രൂപങ്ങളിലേക്കും ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ 3 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡുകളിലെല്ലാം ലൈറ്റ് കൊടുക്കും. പക്ഷേ രൂപം വെച്ച് കഴിയുമ്പോൾ രൂപത്തിന് പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക്, അതായത് രൂപത്തിൻ്റെ മുഖത്തേക്കോ രൂപത്തിൻ്റെ ദേഹത്തേക്കോ വെട്ടമില്ലാത്തൊരവസ്ഥ, അതിൽ വെളിച്ചമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പോട്ട് ലൈറ്റ് നമ്മൾ രൂപക്കൂട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യണം. കാരണം രൂപക്കൂടിന് പുറത്തേക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇട്ടതിന് ശേഷം സ്പോട്ട് ചെയ്യാവുന്ന രീതി, അലൈൻ ചെയ്യാവുന്ന രീതിയിലുള്ള LED പോയിൻ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് നമ്മുടെ ലൈറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ രൂപത്തിൻ്റെ അടുത്തേക്ക് 3 സ്പോട്ടാണ്, നമ്മൾ 3 രൂപമാണ് വയ്ക്കുന്നത്. ഈ 3ലേക്കും സെപ്പറേറ്റ് സ്പോട്ടുകൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇത്തിരി കൂടി സ്ട്രക്ചറൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാം. പെയിൻറ്റിങ് വളരെ സിമ്പിളായിട്ട്, ഇന്നത്തെ രീതി അനുസരിച്ച് വളരെ സിമ്പിളായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതായത് ജസ്റ്റ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ പോലും പല ഡിസൈനുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈനുകൾ വരെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് രൂപക്കൂടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് വലിയ പൈസയും കാര്യങ്ങളൊന്നും മുടക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാനും സാധിക്കും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലെ ലൈറ്റും, അതായത് രൂപത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ലൈറ്റും നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതാണ് അതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.